നമ്മുടെ യാത്ര മൈസൂരുവിലെ സെയിന്റ് ഫിലോമിന കത്തീഡ്രൽ കാണുന്നതിനും റെയിൽവേ മ്യൂസിയം കാണുന്നതിനുമാണ്. ബാംഗ്ലൂരിൽ നിന്നും വെറും 144 കിലോമീറ്റർ മാത്രമാണ് സെയിന്റ് ഫിലോമിന കത്തീഡ്രലിലേക്കുള്ള ദൂരം. അതിനടുത്ത് 3 കിലോമീറ്റർ മാറിയാണ് റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിൽ കൂടി വെറും 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്താം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കത്തീഡ്രലുകളിലൊന്നായ മൈസൂരുവിലെ സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ ഗോഥിക് വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഉദാഹരണമാണ്. ജർമ്മനിയിലെ മനോഹരമായ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് റോമൻ ലാറ്റിൻ കത്തോലിക്ക സഭയിലെ വിശുദ്ധിയായ ഫിലോമിനയുടെ പേരിൽ ഈ കത്തീഡ്രൽ സ്ഥാപിച്ചിരിക്കുന്നത്. സെന്റ് ഫിലോമിനയുടെ തിരുശേഷിപ്പ് ഈ പള്ളിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കത്തോലിക്ക പള്ളികളിലൊന്നാണ് സെന്റ് ഫിലോമിന ചർച്ച്. 4-ാം നൂറ്റാണ്ടിലെ വിശുദ്ധയും രക്തസാക്ഷിയുമായ വിശുദ്ധ ഫിലോമിനയുടെ പേരിൽ 1843 മൈസൂർ മഹാരാജാവ് കൃഷ്ണരാജ വോഡിയാർ പണികഴിപ്പിച്ചതാണ് സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ. 19-ാം നൂറ്റാണ്ടിൽ മൈസൂരിൽ താമസിച്ചിരുന്ന ധാരാളം യൂറോപ്യൻ ജനതയ്ക്കായി ഈ പള്ളി അദ്ദേഹം സമ്മാനമായി നൽകുകയായിരുന്നു. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിനോട് സാമ്യമുള്ള രീതിയിൽ ഫ്രഞ്ച് വാസ്തുശില്പിയായ ഡാലിയാണ് സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തത്. അമിതാഭ് ബച്ചൻ അഭിനയിച്ച 1977 ബോളിവുഡ് ചിത്രമായ അമർ അക്ബർ ആന്റണിയുടെ വിവിധ രംഗങ്ങൾ ഈ പള്ളിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. സെയിന്റ് ഫിലോമിന പള്ളിയുടെ ഇരട്ട ഗോപുരങ്ങൾ വളരെ ദൂരെ നിന്നും പോലും കാണത്തക്ക വിധമാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. മൈസൂരുവിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കത്തീഡ്രൽ. ഉള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലാത്തതിനാൽ പുറമേയുള്ള ചിത്രങ്ങൾ മാത്രമേ പകർത്താനായുള്ളൂ. മരണപ്പെട്ട് അടക്കം ചെയ്തതിനു ശേഷം വളരെ കാലങ്ങൾ കഴിഞ്ഞാണ് ലോകം വിശുദ്ധ ഫിലോമിനയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അറിഞ്ഞത്. 1802 മെയ് 24 ഭൂഗർഭ ഗവേഷകർ റോമിലെ പ്രസല്ലയിൽ നിന്നും വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് കണ്ടെത്തുന്നത്. ശിരസിനു മുകളിൽ രക്തം നിറച്ച പാത്രം വെച്ചിരുന്നു. കല്ലുകളിൽ റോസാപ്പൂവും ലില്ലിപ്പൂക്കളും നങ്കൂരവും കൊത്തിയിരുന്നു. ഫിലോമിന എന്ന പേരും കല്ലറയിൽ ആലേഖനം ചെയ്തിരുന്നു. പുരാതന ക്രിസ്തുമത വിശ്വാസികൾ വിശുദ്ധരായവരെ അടക്കം ചെയ്ത രീതിയായിരുന്നു അത്. AD 291 ഗ്രീസിലെ ഒരു രാജാവിന്റെ മകളായാണ് ഫിലോമിന ജനിക്കുന്നത്. അമ്മയ്ക്കൊപ്പം ക്രിസ്തുമതം സ്വീകരിച്ച ഫിലോമിന സ്വയം കന്യാസ്ത്രീ വ്രതം സ്വീകരിച്ചു. ആ സമയത്താണ് ഡയോക്ലീഷ്യസ് ചക്രവർത്തി ആ രാജ്യത്തിനുമേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാന ഉടമ്പടിക്കായി വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഫിലോമിനയെ വിവാഹം ചെയ്തു തരണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുന്നത്. ഫിലോമിനയ്ക്ക് ഇത് സ്വീകാര്യമായിരുന്നില്ല. തന്റെ ജീവിതം ക്രിസ്തുവിനും സുവിശേഷ വേലയ്ക്കുമുള്ളതാണെന്ന് അവൾ പ്രഖ്യാപിച്ചു. തടവറയിൽ അടയ്ക്കുകയും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തുവെങ്കിലും തന്റെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഫിലോമിന തയ്യാറായില്ല. ഒരു നങ്കൂരത്തിൽ കെട്ടിയിട്ട് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടുവെങ്കിലും മാലാഖമാരാൽ ഫിലോമിന രക്ഷിക്കപ്പെട്ടു. പിന്നീട് ആ കൊച്ചു പെൺകുട്ടിയെ ശിരച്ഛേദം ചെയ്ത് കൊല്ലുകയായിരുന്നു. വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് കണ്ടെത്തിയതിനു ശേഷവും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നതിനാൽ 1837 ഫിലോമിനയെ വിശുദ്ധിയായി വാഴിക്കപ്പെട്ടു. സെന്റ് ഫിലോമിനയുടെ നാമധേയത്തിലുള്ള ഈ കത്തീഡ്രലിൽ ദിവസവും അനേകം ആളുകൾ സന്ദർശനം നടത്തുന്നു. മൈസൂരിന്റെ മതപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തിന്റെ പ്രതീകമാണ് സെയിന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ. വ്യത്യസ്ത വിശ്വാസങ്ങളിൽ ഈ നഗരത്തിനുള്ള സ്വീകാര്യതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം മൈസൂരുവിലെ പ്രശസ്തമായ റെയിൽവേ മ്യൂസിയം കാണുന്നതിനാണ്. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ ഓരോ വീഡിയോയ്ക്കുമുള്ള പ്രോത്സാഹനം നിങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് പങ്കിടാനും അഭ്യർത്ഥിക്കുകയാണ്.